ഹായ്, ഇപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ ഇവിടെ 29th IFFKക്ക് ഇപ്പോൾ വന്ന് പാസ് വാങ്ങിയതേ ഉള്ളൂ. ആക്ച്വലി IFFK ആയിട്ടുള്ള ബന്ധം കുറച്ച് മുന്നേ തുടങ്ങിയതാണ്. ഒരു 2013 ആദ്യമായിട്ട് ഞാൻ മാർവാനസിൽ ആയിരുന്ന ടൈമിലാണെങ്കിൽ ഞങ്ങളാണെങ്കിൽ അവിടെ നിന്ന് റിക്രൂട്ട് ചെയ്യുമായിരുന്നു നമ്മൾ ആങ്കറിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ. അപ്പോൾ ഞാൻ ആ സമയത്ത് ആങ്കർ ചെയ്യുന്നുണ്ടായിരുന്നു IFFKക്ക്. അപ്പോൾ ആ മെമ്മറീസൊക്കെ ഭയങ്കര സ്പെഷ്യലാണ്. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് IFFKക്ക് വന്നത്, 2014, പിന്നെ 2018 ഐ ഗസ്. അതായിരുന്നു എൻ്റെ അവസാനത്തെ IFFK ഓർമ്മ. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് IFFKക്ക് വരുന്നത്. അപ്പോൾ ഇതുവരെ ഒരു മൂവീസും കണ്ടിട്ടില്ല. ഇപ്പം ജസ്റ്റ് വന്ന് പാസ് വാങ്ങിയതേ ഉള്ളൂ. പക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപാട് നല്ല മൂവീസൊക്കെ കാണണം. പിന്നെ ഫുള്ളൊരു ഫെസ്റ്റിവൽ മൂഡാണല്ലോ. നമ്മൾ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് എല്ലാവരും ചേർന്ന് കൂടുന്ന ഒരു ഫെസ്റ്റിവൽ ആണല്ലോ IFFK. അപ്പോൾ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ബെറ്റർ മൂവി എക്സ്പീരിയൻസസ് ഹിയർ. യാ, താങ്ക് യു. എന്തോ? ഇല്ല, ഞാൻ സത്യം പറഞ്ഞ ഇപ്പൊ വന്ന് ഞാൻ പാസ് വാങ്ങിച്ചതേ ഉള്ളൂ. ഇനി വേണം കുത്തി ഇരുന്നിട്ട് ഏതൊക്കെ പടങ്ങൾ കാണണം എന്നിങ്ങനെ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ, പുതിയ വർക്ക് ഞാൻ ഇപ്പോൾ തെലുഗുവിൽ ഒരു മൂവി ചെയ്തായിരുന്നു. അതിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ ജസ്റ്റ് തീർന്നതേ ഉള്ളൂ. അപ്പോൾ അതിന്റെ റിലീസ് ഉടനെ കാണും. മലയാളത്തിൽ അങ്ങനെ ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ ആയിട്ട്. അങ്ങനെ ഒരു അവസരം കമ്മിറ്റ് ചെയ്യാൻ പാകത്തിന് ഒരെണ്ണം കിട്ടിയിട്ടില്ല ഇതുവരെ. യെസ്. പഠിത്തം, എന്റെ പഠിത്തം ഇപ്പൊ ഞാൻ ഒരു പോസ് എടുത്തേക്കാണ്. എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി ഓരോ കോഴ്സുകൾക്കും ചേരുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ കാനഡയിൽ പോയിട്ട് സോഷ്യൽ സർവീസ് വർക്ക് പഠിക്കുമായിരുന്നു. അപ്പോൾ ഇനിയും പുതിയൊരു കോഴ്സ് പഠിക്കണം. എനിക്ക് സൈക്കോളജിയുടെ മാസ്റ്റേഴ്സ് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. പക്ഷെ അടുത്ത വർഷം വല്ല ആയിരിക്കും, ഉടനെ കാണത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്യാപ്പ് എടുക്കും. ഇല്ല, അത് അവളല്ലേ ഡിസൈഡ് ചെയ്യേണ്ട. അതിനെ പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല. എന്റെ രണ്ടും എടുക്കാമല്ലോ. പിന്നെ അങ്ങനെ എപ്പോഴും മൂവീസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പഠിക്കാനും സമയമുണ്ട്. അങ്ങനെ. യെസ്. ഫ്യൂച്ചർ പ്ലാൻ എപ്പോഴും ആക്ടിങ് തന്നെയാണ്. പിന്നെ അങ്ങനെ ഇപ്പം വലുതായിട്ട് ഫ്യൂച്ചറിനെ പറ്റി ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ പെർട്ടിക്കുലർ ആയിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളല്ല. വരുന്ന പോലെ വരട്ടെ, അങ്ങനെയാണ്. ബട്ട് ആക്ടിങ് എപ്പോഴും കാണും. ആക്ടിങ് വിൽ ബി ദെയർ ഫോർ എവർ. Okay, thank you.